ഈ വർഷത്തെ റമദാനിലെ UAE അതിഥിയായി വന്യരായ കൂറ്റമ്മാർ ഉസ്താദാണ് ഇന്ത്യയിൽ നിന്ന് പോയത്, കേരളത്തിൽ നിന്ന് പോയത് നമുക്കൊക്കെ അറിയാം. ഉസ്താദ് പോകുമ്പോ നമ്മളൊരു യാത്രയപ്പ് കൊടുത്തു. ഉസ്താദ് വന്നിട്ട് നമ്മളൊരു സ്വീകരണവും നടത്തി. ഞാൻ ഉസ്താദിന്റെ 2 പ്രസംഗവും ഫുള്ളായി ഞാനും നമ്മളെല്ലാവരും കേട്ടു. ഉസ്താദ് ഈ കിട്ടിയ നേട്ടം എനിക്ക് കിട്ടിയത് എന്തുകൊണ്ടാണാവോ എന്ന തമാശവൽക്കരിച്ച സംസാരത്തിനു ശേഷം ഉസ്താദ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇന്റെ ഇൽമ കൊണ്ട് എന്നല്ല, ഇന്റെ പ്രഭാഷണ മികവ് കൊണ്ട് എന്നല്ല. അതൊക്കെ നമ്മൾ ബോധ്യപ്പെടുന്ന കാര്യം. ഉസ്താദ് ഉറച്ച് വിശ്വസിക്കുകയും നമ്മോട് പറയുകയും ചെയ്തത്, ഇന്ന് വരെ എന്റെ വാപ്പാനെയും ഉമ്മാനെയും അറിഞ്ഞുകൊണ്ട് ഞാൻ വിഷമിപ്പിച്ചിട്ടില്ല. എന്നെ ഇൽമു പഠിപ്പിച്ചു തന്ന എന്റെ ഉസ്താദുമാരെ, ഹയാത്തുള്ളവരെയും മൗത്തായി പോയവരെയും ഞാൻ ഇന്ന് വരെ എന്തിനെ പറ്റി ചെയ്തു എന്ന അർത്ഥത്തിൽ ഒരു വിഷമിപ്പിക്കുന്ന പ്രവർത്തനം, വാക്ക് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാവാം എനിക്ക് ഈ നേട്ടം കിട്ടിയത് എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? നമ്മളെല്ലാവരും ശ്രദ്ധിച്ചില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ പൂർവസൂരികളായ ആളുകളെ കുറിച്ച് പഠിക്കണം. ഇന്ന് നിലവിലുള്ള ആലിമീങ്ങളാണ് ബഹുവന്യരായ കുറ്റപ്പാറ ഉസ്താദ്. നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് പുറം നാട്ടുകാര് കൊടുക്കുന്ന ഒരു ബഹുമാനവും സ്നേഹവും റെസ്പെക്ടൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഉസ്താദൊക്കെ ഒരു നാട്ടിലേക്ക്, കർണാടക സ്റ്റേറ്റിലേക്ക്, കാസർഗോഡിലേക്ക്, അതല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക്. ഇപ്പൊ ഇന്നലെ ഉസ്താദ് പോയി, കുവൈത്തിന് പോയി. എന്തിന്? ഒരു ഹജ്ജിന്റെ ക്ലാസ്സിന് വേണ്ടി. ഉസ്താദ് എനിക്ക് പോകാൻ ഞാൻ അറിഞ്ഞതാണ്, ബാബുവിനോട് കണ്ടപ്പോ ചോദിച്ചത്. അപ്പോ ഒരു ഹജ്ജിന്റെ ക്ലാസ് എടുക്കാൻ എന്തിന് ആ സംഘാടകർ ഇവിടുന്ന് കൊണ്ടുപോകണം? അതൊരു പൊരുത്തമാണ്. ആ പ്രഭാഷണത്തിലെ ഒരു പ്രത്യേകമായ അഹറാണ്. അതിന്റെ പിന്നിൽ ഉസ്താദ് തന്നെ പറയുന്നു, എനിക്ക് ഇതിന്റെ പിന്നിലുള്ള വിജയം എന്റെ ഉമ്മ വാപ്പമാരുടെ പൊരുത്തമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ബഹുവന്യനായ കാന്തപുരം ഉസ്താദ്, AP ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് ഏറ്റിക്കൊടുക്കട്ടെ. ബഹുവന്യനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. കോട്ടൂർ ഉസ്താദ്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. പത്മള ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവർ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുടെ പണ്ഡിതന്മാരായ ശിഷ്യന്മാരുടെ വലിയ ഗുരുക്കളാണ്, ഉസ്താദുമാരാണ്. എന്നിട്ടും അവർ മരണപ്പെട്ടു പോയ ഉപ്പാന്റെ ഖബറിൽ പോകാൻ സമയം കണ്ടെത്തുന്നുണ്ട്. അവര് ജീവിച്ചിരിക്കുന്ന ഉമ്മായുടെ പൊരുത്തം നേടാൻ അവര് സമയം കണ്ടെത്തുന്നുണ്ട്. ഈ അടുത്ത് മരണപ്പെട്ട് വഫാത്തായി പോയ മസ്ഊദ് സഖാഫി കൂടല്ലൂർ ഉസ്താദ്, അല്ലാഹു ദർജത്തിൽ കൊടുക്കുമാറാവട്ടെ. ഉസ്താദിന്റെ ജീവിതത്തിലെ ആ നിഷ്കളങ്കമായ പ്രഭാഷണങ്ങൾ. ഞാൻ ഒരാളുണ്ട് പൊന്നാനിയിൽ നിന്ന് വിളിക്കുന്നു, ഉസ്താദെ എനിക്ക് സിയാറത്തിന് വരണം, എന്നാണ് വഴി, എങ്ങനെയാണ് വരേണ്ടത്? ഞാൻ അദ്ദേഹത്തിനോട് ഡീറ്റെയിൽ ചോദിച്ചു, നിങ്ങൾ ഉസ്താദുമായി എന്താണ് ബന്ധമെന്ന്. വിളിക്കുന്നവരോടൊക്കെ ചോദിക്കും. അപ്പൊ അവര് പറയുന്നത്, ഞാൻ ഒരിക്കൽ പോലും ഉസ്താദിനെ കണ്ടിട്ടില്ല, ഞാൻ ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ യൂട്യൂബിലൂടെ കേട്ടു, അങ്ങനെ കേട്ടിട്ട് നന്നായ ആളാണ് ഞാൻ. നിങ്ങൾ നോക്കണം, ആ ഉസ്താദിന്റെ ശിഷ്യനാകുന്ന ജലീൽ അഹ്സനി ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് ഉസ്താദിന്റെ പൊരുത്തം വാങ്ങി പൂർണ്ണമായ ശിഷ്യന് അദ്ദേഹമാണ് ദർസ് കൊണ്ടുകിടക്കുന്നത്. ഇപ്പോഴും മുതലിസ് അദ്ദേഹമാണ്. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞു, ഉസ്താദിന്റെ വിജയത്തിന്റെ ഒക്കെ പിന്നില് ഞാൻ മനസ്സിലാക്കുന്നത് ഉസ്താദിന്റെ ഉമ്മാന്റെ പൊരുത്താണ്. അവിടുത്തെ ചേട്ടൻ ആബിദ് അഹ്സനിയും അതിന്റെ അവിടുത്തെ അനുജൻ ഇർഫാനിയും പറയുന്നുണ്ട്, ഞങ്ങളുടെ ഉമ്മാർക്ക് മക്കള് കുറയുണ്ടെങ്കിലും മസ്ഊദ് സഖാഫിനോട് പ്രത്യേക സ്നേഹമായിരുന്നു. സഹോദരങ്ങൾ, നിങ്ങൾക്കറിയോ, മസ്ഊദ് ഉസ്താദിന്റെ ഉമ്മ മരണപ്പെട്ടിട്ട് 4-5 മാസമായിട്ടുള്ളൂ. ഉമ്മായുടെ വിയോഗം അദ്ദേഹത്തെ വല്ലാതെ ടെൻഷനാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഉമ്മ ഒരു കട്ടിലിൽ ഇരിക്കുകയാണെങ്കിൽ ജ്യേഷ്ഠനും മനുജനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും, പെണ്ണന്മാർ ഇരിക്കുന്നുണ്ടാവും. ഒരിക്കൽ പോലും മസ്ഊദ് സഖാഫി ഉമ്മ ഇരിക്കുന്ന കട്ടിലിന്മേൽ ഇരുന്നിട്ടില്ല.
ഉമ്മ ഇരിക്കുമ്പോ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലല്ലാതെ ഉസ്താദ് ഇരുന്നിട്ടില്ല. ഇന്നാണ് അതിന് കാരണം. എന്നിട്ട് ഉമ്മാന്റെ കാലിങ്ങനെ നെക്കിക്കൊടുക്കുമത്രേ. ഇത് ജ്യേഷ്ഠനും അനുജനും പരിചയം കൊണ്ട് പറയുമ്പോ, മുഅ്മിനീങ്ങളെ, ഇന്ന് എത്ര ആളുകളാണ് മൗത്തായി കിടക്കുന്ന, ഖബറിൽ കിടക്കുന്ന സഖാഫി ഉസ്താദിനെ സിയാറത്തിന് വരുന്നത്. കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു ബസ് മുഴുവനും മമ്പുറത്തേക്ക് സിയാറത്ത് പോകുമ്പോലെ അവിടെ തോരക്കുന്ന പള്ളിയുടെ പരിസരത്ത് വന്നൊരു ബസ് ചെറുപ്പക്കാർ നട്ടപ്പാതിൽ 2 മണി സമയങ്ങളാണ്. ആ സമയങ്ങൾ സിയാറത്ത് വന്ന് പോകാൻ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ കേട്ടത് അതാണ്. ഉമ്മാനെ വിസ്മരിപ്പിക്കരുതേ, പാപ്പാനെ വിസ്മരിപ്പിക്കരുതേ. ഓരോ തെറ്റുകൾക്കും അതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിന്റെ പ്രതിവിധി പെട്ടെന്ന് ലഭിച്ചേക്കാം. ചിലത് വൈകിട്ട് തിരിച്ചടിച്ചേക്കാം. മാതാപിതാക്കളെ വിഷമിപ്പിക്കുക എന്നതിന്റെ ആ ഒരു തെറ്റിന്റെ പ്രതിവിധി, അതിന്റെ തിക്ത ഫലം, അത് മരിക്കും മുമ്പ് അല്ല, എന്നാണ് ഖുതുബയിൽ നമ്മൾ കേട്ടത്. വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഉമ്മാനെ വിഷമിപ്പിച്ചവൻ കണ്ണുനീര് കുടിക്കേണ്ടി വരും. ഉപ്പാനെ വിഷമിപ്പിച്ചവൻ കണ്ണുനീര് കുടിക്കേണ്ടി വരും. ഇന്ന് ഹയാത്തിലുള്ള നേതാക്കളുടെ കൂട്ടത്തിൽ ഒരു വലിയ സയ്യിദാണ്. ആയിരക്കണക്കിന് ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുമുള്ള വലിയ ശൈഖാണ്. ഗ്രാൻഡ് മസ്ജിദിലെ നേതാവാണ്. ഈ പ്രസ്ഥാനത്തിന്റെ മുസ്ലിം ജമാഅത്തിന്റെ, കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ആയിരങ്ങളല്ല, 10,000-ങ്ങളല്ല, ലക്ഷോപലക്ഷം പങ്കെടുക്കുന്ന ആളുകളാണ് റമദാനിലെ 27-ാം രാവിന്റെ സ്വലാത്ത് ഹൽഖ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർക്കുന്നു. വിഷയവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ഒന്നുകൂടി പറയാം. 27-ാം രാവിന്റെ ആ ആത്മീയ മജ്‌ലിസിലേക്ക്, സ്റ്റേജിലേക്ക് കയറുന്നതിന്റെ മുമ്പ് വന്യരായ ഖലീൽ തങ്ങളും പാപ്പ കടലുണ്ടിയിലേക്ക് പോകും. സ്വന്തം വീട്ടിലേക്ക് പോയി അവിടെയുള്ള പ്രായമുള്ള ഖലീൽ തങ്ങളെ ഉമ്മാന്റെ കാലിൽ കമഴ്ന്ന് കിടന്ന് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ്, ഞാൻ തൗബക്ക് പോകാൻ, ഞാൻ ആളുകൾക്ക് നേതൃത്വത്തിന് പോകാൻ, ഉമ്മാന്റെ പൊരുത്തം വേണമെന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും നശിപ്പിച്ചിട്ടില്ലാത്ത ഖലീൽ തങ്ങളും പാപ്പ എപ്പോഴും ഉമ്മാന്റെ കുട്ടി കുടുങ്ങൂല എന്ന് പറയുന്ന ആ ഉമ്മയുടെ കാൽക്കൽ വീട് സങ്കടം പറഞ്ഞ് പൊരുത്തം തേടി കരയുന്നെങ്കിൽ മുഅ്മിനീങ്ങളെ, നമുക്കതൊക്കെ പാഠങ്ങളാണ്. ഉമ്മ ഹയാത്തിലുണ്ടോ? ഉപ്പ ഹയാത്തിലുണ്ടോ? അവരെ പൊരുത്തത്തിനപ്പുറം പൊരുത്തക്കേട് കിട്ടിയാൽ ഉറപ്പാണ് ജീവിതത്തിൽ അനുഭവിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയങ്ങളും അതിൽ വേണ്ട. ചരിത്രങ്ങൾ ധാരാളം പറയാനുണ്ട്. സമയദൈർഘ്യം എന്ന് ഞാനതിലേക്ക് കടക്കുന്നില്ല. നമ്മളെല്ലാം മനസ്സിലാക്കണം, എന്റെ ഉമ്മാനെ ഞാൻ വിസ്മരിപ്പിക്കൂല. കണ്ണ് പോയാലേ കണ്ണിന്റെ കാഴ്ചയുടെ വാല്യൂ അറിയുകയുള്ളൂ. സാധുക്കളായ നമ്മുടെയൊക്കെ ഉമ്മമാർ മരിച്ചുപോയി, ഉപ്പമാർ മരിച്ചുപോയി. അല്ലാഹു അവർക്കൊക്കെ സ്വർഗം നൽകുമാറാവട്ടെ. അല്ലാഹു അവരുടെ ദർജയ്ക്ക് കൊടുക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന ഖൈറാത്തുകൾ അതപ്പോൾ അവരുടെ ഖബറുകളിലേക്ക് വലിയ വെളിച്ചമായി, സമ്മാനമായി അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ എന്റെ ഉമ്മാനോട് പറയണം. അങ്ങനെ പറയും. ആ ഖബറിൽ പോയി സങ്കടം പറയല്ലാതെ വഴിയില്ല. അപ്പോ സന്തോഷം എന്തെങ്കിലും കൽബിലുണ്ടാകുമ്പോൾ അതും ഉമ്മയോടൊന്ന് പറയണം. എന്ത് നിർവാഹമില്ല, ഉമ്മ മരണപ്പെട്ടു പോയി. ഹയാത്തിലുള്ള മാതാപിതാക്കളുള്ള മക്കളുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, ഉമ്മയും നമ്മളും ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ അനുവാദം കൂടാതെ ഭക്ഷണം കഴിക്കുന്നത് തുടങ്ങരുത്. അവരുടെ അനുവാദമില്ലാതെ ഭക്ഷണം നമ്മൾ എടുക്കരുത്. കാരണം എത്രയോ അഹിമ്മത്തിന്റെ മഹാന്മാരെ ചരിത്രങ്ങളിൽ കാണാം, സ്വന്തം ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കൂല. എന്തേ കാരണം? ഉമ്മയെങ്ങാനും ഒരു കഷ്ണം മീൻ അല്ലെങ്കിൽ ഉപ്പേരി, കറി എന്തുമാവട്ടെ, ഉമ്മക്ക് എഴുതി വെച്ചതെങ്ങാനും ഞാൻ അതിന്റെ മുമ്പിൽ എടുത്ത് കഴിച്ചാൽ എന്റെ ഉമ്മയുടെ പൊരുത്തക്കേട് എനിക്ക് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കാത്തത്. അതൊരു സുഖാണ്.
ഏത് ഉമ്മ വീട്ടിലുണ്ടാകുമ്പോ ഉമ്മാ എന്ന് വിളിച്ചിട്ടൊരു ചെല്ലലില്ലേ, അതൊരു സുഖാണ്, അതൊരു പൊരുത്താണ്. അത് പൊരുത്തവും സുഖവും മനസ്സിലാക്കിയിട്ട് ഖേദിക്കുന്നവർ ഉമ്മ മരണപ്പെട്ടു പോയവരാണ്. ഉപ്പ മരണപ്പെട്ടു പോയവരാണ്. ഉമ്മാക്കൊരു അസുഖമുണ്ടെങ്കിൽ എത്രത്തോളം അസുഖത്തെടുത്തോ അത്രത്തോളം നിന്റെ ദറജ അല്ലാഹു ഉയർത്തും, നിനക്ക് ഇസ്സത്ത് അല്ലാഹു തന്നുകൊണ്ടിരിക്കും. ഒരിക്കൽ പോലും ഉമ്മാനെ വാപ്പാനെ നോക്കിയിട്ട് പണം ചെലവഴിച്ചവൻ, ഖിദ്മത്ത് കൊടുത്തവൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ലോകത്ത് ഏതൊക്കെ അയിമത്തുണ്ടോ, ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ പണ്ഡിത മഹാന്മാരുടെയും, ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിത മഹാന്മാർ, അവരുടെയൊക്കെ വിജയത്തിന്റെ നിദാനം ഉമ്മാക്ക് ഖിദ്മത്താണ്. ഉമ്മായുടെ മനസ്സിലുരുകിയിട്ടുള്ള പ്രാർത്ഥനയാണ്. നമ്മളും ആ പ്രാർത്ഥന കിട്ടണം നമുക്ക്. ഉമ്മ മരണപ്പെട്ടോ ആ ഖബറിൽ വെള്ളിയാഴ്ചയിലൊന്ന് പോകണം, ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് പോകണം. പോയിട്ട് ഉമ്മാന്റെ ഫേസ് ടു ഫേസ് ആയിട്ട് നിന്നിട്ട് അസ്സലാമു അലൈക യാ ഉമ്മീ, ആ സലാം കിട്ടിയിട്ട് കുളിരാണ് മുഅ്മിനീങ്ങളെ. നമ്മുടെ ഉമ്മാക്ക് ഖബറിൽ നമ്മുടെ ഉപ്പാക്ക് സലാം പറയുമ്പോ അവർക്കൊരു സമാധാനമാണ്. നമ്മളൊരു 5 മിനിറ്റ് അവിടെ നിന്നാൽ ദുആ ചെയ്താൽ അവർക്കതൊരു വലിയ വിധിയാണ്. എന്റെ മോൻ എന്റെ അരികിൽ വന്നല്ലോ. വീടുകളിൽ നിന്ന് ഉമ്മമാരോട് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഫാത്തിഹ ഓതാനും യാസീൻ ഓതാനും ഒരുപാട് ഖൈറാത്തുകൾ ചെയ്ത് ഹദിയ ചെയ്യാനും പറയണം. അതൊക്കെ അവർക്ക് അനുഭവിക്കുമ്പോൾ അവരുടെ ഒരു മദതും അവരുടെ പൊരുത്തവും കിട്ടാൻ കാരണമാണ്. ഒരിക്കലും ഒരു ഉമ്മാനെയും ഉപ്പാനെയും വിഷമിപ്പിക്കരുത്. അവര് പറയുന്നത് ചില മക്കളൊക്കെ എന്തൊരു വിഷമിപ്പിക്കാനാണെന്നറിയോ നിങ്ങള്? പലതും പല വഴിക്കും നമ്മൾ അറിയും. മഹല്യത്തെ വിവരങ്ങൾ അറിയും, കുടുംബങ്ങളിലുള്ള വിവരങ്ങൾ അറിയും. വ്യക്തിപരമായി അവരെ ഇങ്ങനെ വിളിച്ചു പറയാ എന്നുള്ളത് ഒരിക്കലും നമ്മൾ ചെയ്യലില്ല. കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കേൾക്കുമ്പോഴേക്ക് ഞാൻ പള്ളിയിലെ കാര്യം എഴുതിയിട്ട് ഞാനൊരാളോട് പറയാൻ പോകലില്ല. ഏതെങ്കിലും കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ട്, അത് റാഹത്താകണമെങ്കിൽ അവരിങ്ങോട്ട് വന്ന് പറയുമ്പോഴല്ലാതെ നമ്മൾ ഇടപെടാനും പാടില്ല. ഈ കാലഘട്ടം അങ്ങനെയാണ്. മോലിയാർക്ക് എന്താ കാര്യം എന്നെങ്ങാനും ഒരു പേരക്കുട്ടി ചോദിച്ചാല് നമ്മൾ കുടുങ്ങിപ്പോകും. മക്കള് മാതാപിതാക്കളുടെ പ്രായമെത്തിയിട്ട് മോനെ ഒരു 100 രൂപ ആവശ്യം കഴിഞ്ഞടാ എന്ന് പറയുമ്പോ എന്തിനാണ് നിങ്ങൾക്ക് പൈസ? നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഞാൻ നിറവേറ്റി തരുന്നില്ലേ? ഞാൻ ആവശ്യമായത് നിങ്ങൾക്ക് വാങ്ങി തരുന്നില്ലേ? മരുന്ന് തരുന്നില്ലേ? എല്ലാം ഞാൻ ചെയ്തു തരുന്നില്ലേ? പിന്നെന്തിനാ നിങ്ങൾക്ക് ഒരു 100 രൂപ എന്ന ചോദ്യം ഉണ്ടല്ലോ. സഹോദര, ഉപ്പാന്റെ മനസ്സിനതൊരു മുറിവാണ്. ചോദിക്കരുത്. 100 രൂപ ചോദിച്ചെങ്കിൽ പോക്കറ്റിലേക്ക് നോക്കിയിട്ട് 100 എടുത്തു കൊടുക്കണം. ആ ഒരു ചിരിയുണ്ടല്ലോ, ആ വാങ്ങുമ്പോഴുള്ള സന്തോഷം നമുക്ക് ഒരുപാട് വിജയം അല്ലാഹു തരും. ആ 100ന് പകരം 100 കോടി അല്ലാഹു തരും. ഇത് ഇസ്ലാമാണ്. സുന്ദരമായ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു വന്ന ദീനാണ്. അതുകൊണ്ട് നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഉമ്മാന്റെ വാപ്പാന്റെ പൊരുത്തം കാണിച്ച് നല്ല മനുഷ്യനായി വേറെ ആരോടും പൊരുത്തക്കേടില്ലാതെ നല്ല മനസ്സോടെ ഇബാദത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഏറ്റവും നല്ല അമലെന്താണ്? ഏറ്റവും നല്ല അമലെന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കൃത്യമായി സമയത്ത് നിസ്കരിക്കണം എന്നുള്ളതാണ്. വീണ്ടും ചോദിച്ചു, പിന്നെ ഏതാണ് നല്ലത് അമലെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത് പറഞ്ഞത് എന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. പിന്നെയാണ് ജിഹാദ് ഫീ സബീലില്ലാഹ് പറഞ്ഞത്. സംഘടനാ പ്രവർത്തനങ്ങൾ, അല്ലാഹുവിന്റെ പള്ളിക്ക് പ്രവർത്തനം, മദ്രസയ്ക്ക് വേണ്ടി പ്രവർത്തനം, സഹായങ്ങൾ പൊതുവെ നൽകൽ, സാന്ത്വന പ്രവർത്തനം, ഇതൊക്കെ മൂന്നാമതാ പറഞ്ഞത്. 1-ാം നമ്പർ നിസ്കാരത്തിന് നമ്മൾ കൊടുക്കണം. പള്ളിയുമായി നല്ല തഅല്ലുഖ് ഉണ്ടാവണം. പള്ളികൾ നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള പള്ളികളിൽ നടക്കുന്ന ജമാഅത്തുകളിൽ നമ്മൾ കൂടണം.
മജ്‌ലിസുകളിൽ നമ്മൾ പങ്കെടുക്കണം. പള്ളിയുമായി നല്ല ബന്ധം സ്ഥാപിക്കണം. പള്ളിയിലെ കമ്മിറ്റിയുമായി നല്ല ബന്ധം സ്ഥാപിക്കണം. പള്ളിയിലെ ഇമാമിങ്ങളുമായി ബന്ധം സ്ഥാപിക്കണം. പള്ളിയിലെ ഉസ്താദുമാരുമായി ബന്ധം സ്ഥാപിക്കണം. ഇത് ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ആഖിറം വിജയിക്കാനും കാരണമാണ്. രണ്ടാമത് മാതാപിതാക്കളെ വിസ്മരിപ്പിക്കാത്ത ഒരു ജീവിതം ഉണ്ടാവണം. അർഹമുർറഹീമായ അല്ലാഹു നമ്മെ കബൂലാക്കി തരുമാറാവട്ടെ. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ആരെല്ലാം ദുആക്കാൻ പറഞ്ഞു എല്ലാവർക്കും അല്ലാഹു വലിയ ഖൈർ നൽകുമാറാവട്ടെ. റഫീഖ് സഖാഫി ഉസ്താദിന് 8 കൊല്ലം ഭക്ഷണം കൊടുത്തൊരു ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഉസ്താദ് പറഞ്ഞു, ആ ഉമ്മാക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ റഹ്മാനെ, സ്വർഗ്ഗം കൊടുക്കണേ റഹ്മാനെ. ആ ഉസ്താദുമാർക്ക് മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ ആ ഒരു സബബായി ആ ഉമ്മാന്റെ ആഖിറത്ത് നീ വെളിച്ചമാക്കണേ റഹ്മാനെ. ഒരു മുതഅല്ലിമിന് ഒരിത്തിരി ഒരു മണി വരി ഒരു പറ്റ് ഭക്ഷണം കൊടുത്താൽ തന്നെ കാരണം സ്വർഗമാണെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതാണ്. അങ്ങനെ ഈ മഹല്ലിന് മുൻപ് നമ്മുടെ നാട്ടിലെ സുലൈഹ് ഉസ്താദിന്റെ ദർസിന്റെ മുതഅല്ലിമീങ്ങൾക്കും അല്ലാതെയും ഉലമാക്കൾക്കും മുതഅല്ലിമീങ്ങൾക്കും ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ റബ്ബേ അവരിൽ നിന്ന് മരിച്ചു പോയവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്കൊക്കെ നൽകണേ റഹ്മാനെ. അന്ത്യം നീ നന്നാക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. വിശുദ്ധ റമദാൻ കഴിഞ്ഞ് ആ റമദാനിന്റെ ആത്മീയ അനുഭൂതികൾ കളഞ്ഞു പോകാതെ ആത്മാർത്ഥമായി നിസ്കാരം കളാകില്ലാതെ സുന്നത്ത് നിസ്കാരങ്ങളും തസ്ബീഹുകളും തഹ്മീദുകളും തക്ബീറുകളും തഹ്ലീലുകളും സ്വലാത്തുകളും ഖുർആനും ദിക്റും ഒക്കെ കൊണ്ടു നടക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളാക്കി പോറ്റി വളർത്തിയ ഉമ്മ വാപ്പമാർക്ക് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. അവരെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഇൽമ കുറവുണ്ട്, അമൽ കുറവുണ്ട്, ഇഖ്ലാസില്ലായ്മ കൊണ്ട് പലപ്പോഴും അവരെയൊക്കെ വിഷമിപ്പിച്ചവരുണ്ടാവാം. നീ മാപ്പ് തരണേ അല്ലാഹ്. അവരിൽ നിന്ന് മരിച്ചുപോയി കബറിലെത്തിയവരുണ്ടല്ലാ. സ്വർഗം കൊടുക്കണേ റഹ്മാനെ, സ്വർഗം കൊടുക്കണേ റഹ്മാനെ. അവരെ നീ ശിക്ഷിക്കരുതേ അല്ലാഹ്. ഞങ്ങളെ പോറ്റി വളർത്താൻ വേണ്ടി പലപ്പോഴും നിസ്കാരം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടായേക്കാം. അതിന്റെ പേരിൽ അവരെ നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്. അഫു കൊടുക്കണേ അല്ലാഹ്. അവരെ ഞങ്ങളെയും സ്വർഗത്തിലും നിർമ്മിച്ചു കൂട്ടിത്തരണേ അല്ലാഹ്. എല്ലാവർക്കും നീ സ്വർഗം ഉജുബാക്കണേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين. 238 ആളുകളെ മയ്യത്ത് നിസ്കാരമുണ്ട്. അതിൽ നേരത്തെ റഷീദാനൊക്കെ ഭക്ഷണം കൊടുത്തുണ്ട്. അതുപോലെ പൂക്കോട്ടൂര് നമ്മളെ പൂക്കോട്ടൂരുള്ള ഒരു തങ്ങള് അന്നമാനിലായിരുന്നു കുറേ കാലം മുമ്പ് ഉണ്ടായിരുന്നത്. പെട്ടെന്നൊരു ഭാഗം കുഴഞ്ഞിട്ട് അവിടുന്ന് 3 വർഷം മുമ്പ് നാട്ടിലേക്ക് വന്നു. ഈ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് സിറ്റ് ഔട്ടിൽ നടക്കാൻ മുമ്പർക്കും കഴിയൂല. അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം എപ്പോഴും പറയും, അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അവിടെ ഒരു പാനിക്കാട് പാപ്പാന്ന് തങ്ങള് മരണപ്പെട്ട് അദ്ദേഹം വലിയ മക്കാമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുമാൻ ജീവിതകാലത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ തങ്ങളോട്, നിങ്ങള് ഇവിടെ ഇരുന്നോളെ, നിങ്ങളെ കബർ കാലിക്കറ്റ് തന്നെ ഉണ്ട്. കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ അന്തമാനിന്റെ ഒരു മഹല്ലാണ്. അപ്പോ ആ കാലിക്കറ്റിലാണ് ഈ തങ്ങള് ചികിത്സയും ദിക്റും മജ്‌ലിസും ആയിട്ടുണ്ടായിരുന്നത്. സുഖമില്ലാതെ എങ്ങോട്ട് പോകുന്നതാണ്. ഇനി അന്തമാനിലേക്ക് ഒരു പോക്ക് എന്നത് മഹാനാണ്, കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് പാപ്പാനെ സിയാറത്ത് ചെയ്യണം, തങ്ങളെ സിയാറത്ത് ചെയ്യണം, എന്റെ രോഗം മാറും എന്നിങ്ങനെ പറഞ്ഞ് അവസാനം ഏതാനും കുടുംബങ്ങളൊക്കെ കളക്ഷൻ നടത്തി അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു മോളും മൂത്ത മോനും എല്ലാം പാടെ കൂടിയിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം ദ്വീപിലേക്ക് പോയി. അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോ തന്നെ അദ്ദേഹം ആകെ ടയർഡായി ക്ഷീണിച്ചു. പെട്ടെന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. 2 ദിവസം ICUലൊക്കെ കടന്നു. 3-ാമത്തെ ദിവസം അദ്ദേഹം ആ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഹയാത്ത് കാലത്ത് ഈ മറവം കിടക്കുന്ന തങ്ങൾ പാപ്പ പറഞ്ഞ നിങ്ങളെ കവറ് കാലിക്കറ്റിലാണ്. അദ്ദേഹം മരിക്കാനായി ആ പറഞ്ഞ വാക്ക് പാലിക്കാനായി അവിടെ പോയതുപോലെ അദ്ദേഹം അവിടെ വഫാത്തായി. കഴിഞ്ഞ ദിവസം അല്ലാഹു അവരുടെ ദറജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. അവിടെ തന്നെ അദ്ദേഹത്തെ മറവ് ചെയ്യുകയും ചെയ്തു. കാലിക്കറ്റിൽ മഹൽ അല്ലാഹ്
അവർക്കും അവരുടെ പൊരുത്തം ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കാന്ത്യം എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയൂല. ഈമാനില്ലാത്തൊരു മരണം ഞങ്ങൾക്ക് ആർക്കും നീ തരരുതേ അല്ലാഹ്.